പേര് ബേബി. ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഈ നേരത്ത് നല്ല ബുദ്ധിമുട്ടും ശ്വാസം മുട്ടലും ശരീരം മൊത്തം എരിച്ചിലും ആയിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വെള്ളദാഹം. അപ്പോൾ ECG എടുത്തപ്പോൾ അവർ പ്രോബ്ലം ഉണ്ട് പറഞ്ഞു. അപ്പോൾ അറ്റാക്കിൻ്റെ ടെസ്റ്റ് നോക്കണം പറഞ്ഞു. അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ ഒന്നുമില്ലാതിരിക്കട്ടെ ദൈവമേ എന്ന് പറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്നും എന്തോ ഒന്ന് വെളിയിലേക്ക് പോകുന്ന മാതിരി തോന്നി. അപ്പോൾ അതിന് ശേഷം എനിക്ക് ശരീരത്തിൽ ആശ്വാസവും പ്രാർത്ഥിക്കാനൊരു ശക്തിയും കിട്ടി. ബുദ്ധിമുട്ട് കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ നടക്കാൻ അങ്ങനെ റിസൾട്ട് വരുമ്പോൾ നോർമലാണെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ECG എടുത്തപ്പോൾ അതിലും നോർമലായി. പിന്നെ കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇത്രയധികം എന്നെ സ്നേഹിച്ച്, എൻ്റെ കുടുംബത്തെയും വളരെയധികം സ്നേഹിച്ച് വിശ്വാസം എന്നൊരു നിധി എനിക്ക് തന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തിയതിന് 1000 നന്ദി. യേശുവേ സ്തുതി. ECGയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ECG എടുത്തു. ICGയിൽ നോർമലായിട്ട് മാറി. സഹോദരി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇവർ തമ്മിൽ അല്പം ഭിന്നതയിലായിരുന്നു പിരിഞ്ഞുക. ഈ സഹോദരി ഇവിടെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു, ഭർത്താവേ എൻ്റെ ചേട്ടൻ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ ആ വ്യക്തി ഇവിടെ വന്നു. ഇവരിപ്പോൾ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അല്ലേ ഏകദേശം 10 വർഷമായിട്ട് അവർ പിരിഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ ഒറ്റ ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ഒരു കർത്താവ് ഒന്നിച്ച് യോജിപ്പിച്ചു. മാത്രമല്ല, ഭർത്താവിനെ കൊണ്ടുവന്നു. ഭർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുത്തു, കൗൺസിലിംഗ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവരൊന്നിച്ച് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം ധ്യാനം കൂടിയാൽ ഒരാഴ്ച ധ്യാനം കൂടുന്ന പോലെ തോന്നി. അതുകൊണ്ട് 2 തവണ വന്നു. 3ാമത്തെ തവണ വരുമ്പോൾ ഭർത്താവിനെയും കൂട്ടിയിട്ടാണ് ഈ ധ്യാനത്തിന് ഈ സഹോദരി കടന്നു വന്ന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാനായിട്ട് കർത്താവിന് വഴിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ.